ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എന്നെ ശ്രവിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ട മാതാപിതാക്കളെ, സഹോദരീ സഹോദരന്മാരെ, വാത്സല്യമുള്ള കുഞ്ഞുമക്കളെ, നിങ്ങൾക്കെല്ലാവർക്കും നമ്മുടെ കർത്താവായ ഈശോയുടെ നാമത്തിൽ പ്രാർത്ഥനാശംസകളും അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ. നമ്മുടെ മൈൻഡ് സെറ്റ് റീസെറ്റ് ചെയ്യുക, അതിന് പറ്റിയ പുണ്യപ്രവൃത്തികൾ, പ്രായശ്ചിത്ത പ്രവൃത്തികൾ, പ്രാർത്ഥനയുടെ നിർദ്ദേശങ്ങൾ ഒക്കെ സഭ നമുക്ക് നൽകുന്നുണ്ട്. ഈ പുണ്യപ്രവൃത്തികളും ചൈതന്യവുമെല്ലാം ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു ജീവിതം നമ്മളെ നയിക്കുന്നത്, അല്ലെങ്കിൽ അതിലൂടെ നമ്മൾ ലക്ഷ്യം വയ്ക്കുന്നത് നമ്മുടെ കർത്താവിൻ്റെ അതിശ്രേഷ്ഠമായ പുനരുത്ഥാനത്തിൽ, ഉയർപ്പിൽ പങ്കുചേരുക എന്നതാണ്. ദൈവവചനത്തിൻ്റെ ശക്തി ഉൾക്കൊണ്ട് ജീവിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുകയാണ്. ദൈവവചനം ബോധപൂർവം മനസ്സിരുത്തി വായിച്ച് ദൈവം നമ്മോട് ആവശ്യപ്പെടുന്നവ വചനത്തിലൂടെ ഉൾക്കൊണ്ട്, വചനത്തിലൂടെ ഗ്രഹിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കണം. അപ്പോൾ പല വിധത്തിൽ താറുമാറായി കിടക്കുന്ന ആധ്യാത്മിക ജീവിതത്തെ ദൈവത്തിൻ്റെ ഹിതമനുസരിച്ച് നമ്മൾ ഒന്ന് ശരിപ്പെടുത്തുകയാണ്. അത് ലക്ഷ്യം വയ്ക്കുന്നത് ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ കർത്താവിൻ്റെ പുനരുത്ഥാനത്തിലേക്കുള്ള ഒരു പ്രവേശനത്തിൻ്റെ ഭാഗമാണ്. അത് ആഘോഷിക്കാൻ, അനുഗ്രഹപ്രദമായി ആഘോഷിക്കാനുള്ള ഒരു ലക്ഷ്യം വെച്ചുകൊണ്ടാണ്. ഇവിടെ ദൈവത്തിൻ്റെ വചനം പ്രത്യേകിച്ച് ആ പുനരുത്ഥാനത്തെ കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള ഒരു സന്ദേശം സ്വീകരിക്കാം. പുനരുത്ഥാനത്തെ കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള ദൈവവചനം ഉൾക്കൊള്ളാം. ആ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ സന്ദേശം പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരീ സഹോദരന്മാരെ, നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ ഈശോയുടെ പുനരുത്ഥാനവുമായി ബന്ധപ്പെട്ട വചനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഒരു 4-5 കാറ്റഗറി, വിഭാഗങ്ങൾ ആയിട്ടുള്ള കാര്യങ്ങൾ ഗ്രഹിക്കാൻ സാധിക്കും. ദൈവവചനം ഏതെല്ലാം രീതിയിൽ പുനരുത്ഥാനവുമായി ബന്ധപ്പെട്ടിട്ടുണ്ടെന്നും അത് നമ്മളെങ്ങനെ ഏറ്റെടുത്ത്, വചനങ്ങൾ എങ്ങനെ ഏറ്റെടുത്ത് ജീവിതത്തിൽ ആഘോഷിക്കണമെന്നുമൊക്കെ വചനം പഠിപ്പിക്കുന്നുണ്ട്. ഞാനൊരു 4-5 കാറ്റഗറി, 5 വിഭാഗം ദൈവവചനങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുക. ഒന്നാമത്തെ കാര്യം, ഈശോയുടെ പുനരുത്ഥാനവുമായി ബന്ധപ്പെട്ട് ഈശോ തന്നെ സംസാരിക്കുന്ന സ്വന്തം വാക്കുകളാണ്. രണ്ടാമത്തേത്, ദൈവദൂതന്മാർ ഈശോയുടെ പുനരുത്ഥാനവുമായി ബന്ധപ്പെട്ട് ഉച്ചരിച്ച വാക്കുകളാണ്. മൂന്നാമത്തേത്, ചില സാക്ഷികളുടെ സാക്ഷ്യ വൃത്താന്തങ്ങളാണ്. നാലാമത്തേത്, ശ്ലീഹന്മാരുടെ വാക്കുകളാണ്. അഞ്ചാമത്തേത്, ഈ വാക്കുകളെല്ലാം ചേർത്ത്, വചനങ്ങളെല്ലാം ചേർത്ത് സഭ ഉദ്ഘോഷിക്കുന്ന വിശ്വാസം. നമുക്ക് ആദ്യമേ ഈശോയുടെ സ്വന്തം വാക്കുകളിലേക്ക് തിരിയാം. തൻ്റെ ഉത്ഥാനത്തെക്കുറിച്ച് ഈശോ നമ്മളെ പഠിപ്പിക്കുന്ന, പറഞ്ഞു തരുന്ന വചനങ്ങൾ. നമ്മൾ ഈശോയുടെ പീഡാനുഭവത്തെക്കുറിച്ച് ഈശോ മുൻകൂട്ടി സംസാരിക്കുമ്പോൾ, പ്രവചനം നടത്തുമ്പോൾ, തനിക്ക് നേരിടേണ്ടി വരുന്ന പീഡകളെക്കുറിച്ചൊക്കെ പറയുന്നതോടൊപ്പം തന്നെയാണ് കർത്താവ് തൻ്റെ ഉത്ഥാനത്തെക്കുറിച്ചും കൂടി പറയുന്നത്. ഒരിക്കലും പീഡാനുഭവത്തിൽ നിന്ന് ഉത്ഥാനത്തിൻ്റെ അനുഭവത്തെ മാറ്റി നിർത്തുന്നില്ല. തനിക്ക് എങ്ങനെ പീഡകൾ സഹിക്കേണ്ടി വരുമോ അതുപോലെയുള്ള അനുഭവം ഉത്ഥാനത്തിലൂടെ ഉണ്ടാകുമെന്ന് ഈശോ പറഞ്ഞു വയ്ക്കുകയാണ്. നമുക്ക് മർക്കോസിൻ്റെ സുവിശേഷത്തിലെ, വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷത്തിലെ 8-ാമത്തെ അധ്യായം 31-ാമത്തെ തിരുവചനത്തിലും 9-ാമത്തെ അധ്യായം 31-ാമത്തെ തിരുവചനത്തിലും 10-ാമത്തെ അധ്യായം 33 മുതൽ 34 തിരുവചനങ്ങളിലും ഈശോ തൻ്റെ പീഡാനുഭവത്തെക്കുറിച്ച് മുൻകൂട്ടിയുള്ള പ്രഖ്യാപനങ്ങളാണ് നടത്തുന്നത്. അതിൽ ഈശോയുടെ വാക്കുകളാണ്: മനുഷ്യപുത്രൻ വളരെയേറെ സഹിക്കുകയും ജനപ്രമാണികൾ, പ്രധാന പുരോഹിതന്മാർ, നിയമജ്ഞർ എന്നിവരാൽ തിരസ്കരിക്കപ്പെടുകയും വധിക്കപ്പെടുകയും 3 ദിവസങ്ങൾക്ക് ശേഷം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യേണ്ടിയിരിക്കുന്നുവെന്ന് അവൻ അവരെ പഠിപ്പിക്കാൻ തുടങ്ങി. നോക്കുക, ഈശോയ്ക്ക് നേരിടേണ്ടി വരുന്ന സർവ്വവിധ പീഡകളെക്കുറിച്ചും കർത്താവ് പറയുക. അതങ്ങനെ തന്നെ സംഭവിക്കണം. പക്ഷെ അതോടൊപ്പം തന്നെയാണ്, സംഭവിക്കേണ്ടത് തന്നെയാണ് ഈശോയുടെ 3-ാമത്തെ ദിവസത്തെ പുനരുത്ഥാനം. പ്രിയ സഹോദരങ്ങളെ,
നമ്മൾ ഈശോയുടെ പീഡാസഹനത്തിൽ, അവിടുത്തെ കഷ്ടപ്പാടുകളിൽ, അവിടുത്തെ പരിഹാസങ്ങളിൽ, ആക്ഷേപങ്ങളിൽ പരിഹാര പ്രവർത്തികൾ വഴി പങ്കുചേരുകയാണ്. ഒരിക്കലും വിസ്മരിക്കരുത്. പുണ്യപ്രവർത്തികളാകുന്നത് അതിൻ്റെ മാനദണ്ഡം ഈശോയുടെ പീഡാനുഭവങ്ങളോട് ചേർത്ത് നമ്മുടെ ഈ താപസ ജീവിത ശൈലികൾ, താപസ ജീവിതത്തിൻ്റേതായിട്ടുള്ള ആ ഒരു കൃത്യങ്ങൾ നമ്മൾ എങ്ങനെ ചേർത്ത് കാഴ്ചവെക്കുന്നു എന്നതിനെ ആസ്പദമാക്കി എന്തെങ്കിലും ഭൗതിക താല്പര്യത്തിൻ്റേതായ രീതിയിലോ ലോകം വ്യാഖ്യാനിക്കുന്ന രീതിയിലൊക്കെ എന്തെങ്കിലും സൽകൃത്യങ്ങൾ ചെയ്താൽ അത് ഈശോയുടെ പീഡാനുഭവത്തിലുള്ള പങ്കുപറ്റൽ ആകണമെന്ന് നിർബന്ധമില്ല. പുണ്യപ്രവൃത്തികളാകണം. അത് ഈശോയുടെ പീഡാസഹനങ്ങളോട് ചേർത്ത് കാഴ്ചവെക്കുമ്പോൾ നമ്മളെ നോക്കിയിരിക്കുന്നത് ആ പുനരുത്ഥാനത്തിലുള്ള സന്തോഷമാണ്, പങ്കുചേരലാണ്. ഈശോ തൻ്റെ പീഡാനുഭവങ്ങളെക്കുറിച്ച് പങ്കുവെക്കുന്ന സമയത്ത് ഒരു സംസാരം ജെറുസലേം ദേവാലയത്തിലാണ്. കർത്താവ് ജെറുസലേം ദേവാലയത്തിൻ്റെ ശുദ്ധീകരണ കർമ്മങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കെ യഹൂദർ അവനോട് ചോദിച്ചു, ഇതൊക്കെ ചെയ്യാൻ നിനക്ക് എന്താണ് അധികാരം? ഒരു സ്വാഭാവികമായ സംശയവും അതോടൊപ്പം തന്നെ അല്പം ധിക്കാരപരമായൊരു പെരുമാറ്റമാണ് ഈശോയോട് ചോദിക്കുക. ഇതൊക്കെ ചെയ്യാൻ നിനക്ക് എന്ത് അധികാരം? ഒരടയാളം ഞങ്ങളെ കാണിക്കുക, അധികാരമുണ്ടെന്നതിന് നീ ഞങ്ങളൊരു അടയാളം കാണിക്കുക. അപ്പോൾ ഈശോ പറഞ്ഞ മറുപടി, യഹൂദരോട് ഈശോ പറഞ്ഞ മറുപടി, നിങ്ങൾ ഈ ദേവാലയം നശിപ്പിക്കുക, 3 ദിവസത്തിനകം ഞാനത് പുനരുദ്ധരിക്കും. ദേവാലയം നിങ്ങൾ നശിപ്പിക്കുക. 46 സംവത്സരമെടുത്ത ദേവാലയം. പക്ഷേ യഹൂദർ കണക്ക് കൂട്ടുന്നത് അവരുടെ ഭൗതിക ആലയത്തെ പറ്റിയാണ്. കർത്താവിൻ്റെ ചിന്ത ഭൗതിക ആലയത്തെക്കാൾ ഉപരി ഒരു ആധ്യാത്മിക ഭവനം, ആത്മീയാലയം, തൻ്റെ തന്നെ ആത്മീയാലയമായ ശരീരത്തെക്കുറിച്ചാണ്. നമ്മളത് വായിക്കുന്നുണ്ട്. അവൻ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കപ്പെട്ടപ്പോൾ അവൻ്റെ ശിഷ്യന്മാർ അവനിത് പറഞ്ഞിരുന്നുവെന്ന് ഓർമ്മിക്കുകയും അങ്ങനെ വിശുദ്ധ ലിഖിതവും യേശു പ്രസ്താവിച്ച വചനവും വിശ്വസിക്കുകയും ചെയ്തു. അവനിത് പറഞ്ഞിരുന്നു, തൻ്റെ തന്നെ പുനരുത്ഥാനത്തെക്കുറിച്ച് അവൻ പറഞ്ഞിരുന്നു. 3 ദിവസത്തിനകം ഉള്ള 3 ദിവസത്തിന് ശേഷമുള്ള പുനരുത്ഥാനത്തെക്കുറിച്ച് അവൻ മുന്നറിയിപ്പ് നൽകിയിരുന്നു. എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാരോട് അവരുടെ കൂടെ ചേർന്ന് നിന്നപ്പോൾ കർത്താവ് അവരെ ബലപ്പെടുത്താൻ വേണ്ടി പറഞ്ഞ വചനങ്ങൾ, പുനരുത്ഥാനത്തിൻ്റെ വചനങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം. അവൻ അവരോട് പറഞ്ഞു, എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാരാ, അവൻ അവരോട് പറഞ്ഞു, ഭോഷന്മാരെ, പ്രവാചകന്മാർ പറഞ്ഞിട്ടുള്ളത് വിശ്വസിക്കാൻ കഴിയാത്ത വിധം ഹൃദയം മന്ദീഭവിച്ചവരെ, ക്രിസ്തു ഇതെല്ലാം സഹിച്ച് മഹത്വത്തിലേക്ക് പ്രവേശിക്കേണ്ടിയിരുന്നില്ലേ? ഇതെല്ലാം സഹിച്ച് മഹത്വത്തിലേക്ക് പ്രവേശിക്കണം. അപ്പോൾ പീഡാസഹനങ്ങളും വേദനകളും എല്ലാം ഒരു നിശ്ചിത ലെവൽ വരെ ഉള്ളൂ. അത് മഹത്വത്തിൻ്റെ ചവിട്ടുപടികളാണ്, മഹത്വത്തിലേക്കുള്ള ചവിട്ടുപടികളാണ്. നമ്മുടെ ജീവിതത്തെക്കുറിച്ച് നമുക്ക് സ്വയം ആശ്വസിക്കാവുന്നതാണ്. നമ്മളെല്ലാവരും മഹത്വപ്പെടാനുള്ളവരാ, ഈശോയുടെ പുനരുത്ഥാനത്തിൽ പങ്കുചേർന്ന് മഹത്വപ്പെടാനുള്ളതാണ്. അപ്പോൾ എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാർ, പരിഭ്രാന്തരായ ശിഷ്യന്മാർ, അവരുടെ കൂടെ സഹയാത്രികനായി ഈശോ ചേർന്നിട്ട് അവരെ ബലപ്പെടുത്തുകയാണ്. പുനരുത്ഥാനത്തിൻ്റെ വാക്കുകൾ പറഞ്ഞുകൊണ്ടാണ് അവരെ ബലപ്പെടുത്തുന്നത്. അവർ തിരിച്ചു പോവുകയാണ്. അപ്പോൾ കർത്താവിൻ്റെ സ്വന്തം വാക്കുകൾ, പുനരുത്ഥാനത്തെക്കുറിച്ചുള്ള വാക്കുകൾ, വചനങ്ങൾ നമ്മൾ ഉൾക്കൊള്ളുകയാണ്. കർത്താവ് സാക്ഷ്യപ്പെടുത്തുക തന്നെക്കുറിച്ച് തന്നെ. നമ്മൾ രണ്ടാമതായിട്ട് ദൈവദൂതന്മാരുടെ വാക്കുകളാണ് ഈശോയുടെ പുനരുത്ഥാനത്തെക്കുറിച്ച്. ഓർക്കണം, പുനരുത്ഥാനത്തിൻ്റെ മഹത്വം പീഡാസഹനങ്ങളിലൂടെ കടന്നു പോകുമ്പോഴാണ്. വേദനാജനകമായ പ്രവൃത്തികളിലൂടെ, സൽകൃത്യങ്ങളിലൂടെ, ബോധപൂർവം ചെയ്യുന്ന പുണ്യപ്രവർത്തികളിലൂടെ കടന്നു പോകുന്നവർക്ക് പുനരുത്ഥാനത്തിൻ്റെ മഹത്വം ഉണ്ടാകുമെന്ന് കർത്താവ് പറയുന്നു. ദൈവദൂതന്മാർ ഈശോയുടെ പുനരുത്ഥാനത്തെക്കുറിച്ച് പറയുന്നത് ലൂക്കായുടെ സുവിശേഷത്തിലെ 24-ാം അധ്യായം 5 മുതൽ 7 വരെയുള്ള തിരുവചനങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അവർ അവരോട് പറഞ്ഞു, കല്ലറയിലേക്ക് പോയ ആളുകളാണ്, ജീവിച്ചിരിക്കുന്നവനെ നിങ്ങൾ മരിച്ചവരുടെ ഇടയിൽ എന്തിനന്വേഷിക്കുന്നു? ജീവിക്കുന്നവനെ എന്തിനാ മരിച്ചവരുടെ ഇടയിൽ അന്വേഷിക്കുന്നത്? അവൻ ഇവിടെയില്ല, ഉയർപ്പിക്കപ്പെട്ടു. മനുഷ്യപുത്രൻ പാപികളുടെ കൈകളിൽ ഏൽപ്പിക്കപ്പെടുകയും ക്രൂശിക്കപ്പെടുകയും 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യേണ്ടിയിരിക്കുന്നുവെന്ന് താൻ ഗലീലയിലായിരുന്നപ്പോൾ തന്നെ അവൻ നിങ്ങളോട് പറഞ്ഞത് ഓർമ്മിക്കുവിൻ. സഹോദരങ്ങളെ, ഏത് സാഹചര്യത്തിലും എന്ന് പറഞ്ഞാൽ ഈശോയുടെ പീഡാസഹനത്തെക്കുറിച്ച് പറയുന്ന സാഹചര്യങ്ങളിലെല്ലാം നമ്മൾ മനസ്സിലാക്കുകയാണ്, നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്, അവൻ പുനരുത്ഥാനം ചെയ്യേണ്ടവനാ, അവൻ മരിച്ച് മണ്ണടിയേണ്ടവനല്ല, പുനരുത്ഥാനം ചെയ്യേണ്ടവനാ. വീണ്ടും നമ്മൾ ചില സാക്ഷികളുടെ വാക്കുകൾ കേൾക്കുകയാണ്. കല്ലറയിൽ നിന്ന് തിരിച്ചു വന്ന്
അവർ ഇതെല്ലാം 11 പേരെയും മറ്റെല്ലാവരെയും അറിയിച്ചു. കല്ലറയിലേക്ക് പോയ സ്ത്രീകൾ, അതിരാവിലെ എഴുന്നേറ്റ് ഈശോയെ സംസ്കരിച്ച കല്ലറയിലേക്ക് പോയ സ്ത്രീകളാണ്. അവർ തിരിച്ചു വന്ന് ഇതെല്ലാം 11 പേരെ അറിയിച്ചു. ദൈവദൂതന്മാരെ കണ്ട വിവരം, അവർ ഈശോ ഉയർത്തെഴുന്നേറ്റു എന്ന് പറഞ്ഞ വിവരം, അതെല്ലാം പോയിട്ട് 11 പേരെയും അറിയിച്ചു. ആരൊക്കെയാണ് കാണാൻ പോയവർ? നമ്മൾ വായിക്കുക. മഗ്ദലന മറിയം, യോവാന്ന, യാക്കോബിൻ്റെ അമ്മയായ മറിയം, അവരോടുകൂടെ ഉണ്ടായിരുന്ന മറ്റു സ്ത്രീകളുമാണ് ഇക്കാര്യങ്ങൾ അപ്പസ്തോലന്മാരോട് പറഞ്ഞത്. അപ്പോൾ ഈശോയുടെ പുനരുത്ഥാനത്തിൻ്റെ സാക്ഷികളായിട്ടൊരു ഗണമുണ്ട്, ആദ്യത്തെ ഗണമുണ്ട്. അവർ അപ്പസ്തോലന്മാരോട് ചെന്ന് പറയുകയാണ്, ഞങ്ങൾ ഈശോയെ കണ്ടു, ഞങ്ങൾക്ക് അനുഭവം ഉണ്ടായി, പുനരുത്ഥാനം ഉണ്ടായി എന്നുള്ള കാര്യം അവർ അപ്പസ്തോലന്മാരോട് ചെന്ന് പറയുകയാണ്. ഇങ്ങനെ ഈശോയുടെ പുനരുത്ഥാനത്തെക്കുറിച്ചുള്ള ശക്തമായ അറിയിപ്പുകൾ ദൈവവചനത്തിൽ നിന്ന് നമുക്ക് കിട്ടുകയാണ്. ഇതിനെല്ലാം ഉൾപ്പൊരുളുകളുണ്ടല്ലോ. വീണ്ടും നമ്മൾ മനസ്സിലാക്കുന്നു, ഇനി അപ്പസ്തോലന്മാർ ഈശോയുടെ പുനരുത്ഥാനത്തെക്കുറിച്ച് എന്താ പറയുക? നമ്മൾ അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ 3-ാമത്തെ അധ്യായം 15-ാമത്തെ തിരുവചനത്തിൽ ഇങ്ങനെ വായിക്കുക: ജീവന്റെ നാഥനെ നിങ്ങൾ വധിച്ചു. ധൈര്യപൂർവ്വം പത്രോസ്ലീഹ പറയുക, ജീവന്റെ നാഥനെ നിങ്ങൾ വധിച്ചു, എന്നാൽ ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു, ഞങ്ങൾ അതിന് സാക്ഷികളാണ്. നിങ്ങൾ വധിച്ചു, ശരിയാ, പക്ഷേ ജീവന്റെ നാഥനെ നിങ്ങൾ തകർത്തു, പക്ഷേ ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു, ഞങ്ങൾ അതിന് സാക്ഷികളാണ്. 1 കൊരിന്ത്യർ 15:4 നമ്മൾ വായിക്കുകയാണ്, ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരുന്നത് പോലെ 3-ാം നാൾ ഉയർപ്പിക്കപ്പെടുകയും ചെയ്തു. വീണ്ടും 1 കൊരിന്ത്യർ ലേഖനത്തിലെ 15:14 നമ്മൾ വായിക്കുക, ക്രിസ്തു ഉയർപ്പിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥമാണ്, നിങ്ങളുടെ വിശ്വാസവും വ്യർത്ഥമാണ്. എത്ര ശക്തമായ വചനങ്ങളാണ് സ്ലീഹന്മാർ അപ്പസ്തോലന്മാർ നൽകുന്നത്. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 2:27 വീണ്ടും നമ്മൾ വായിക്കുന്നുണ്ട്, ദൈവം അവനെ മൃത്യുപാശത്തിൽ നിന്ന് വിമുക്തനാക്കി ഉയർപ്പിച്ചു, കാരണം അവൻ മരണത്തിൻ്റെ പിടിയിൽ കഴിയുക അസാധ്യമായിരുന്നു. 2:24 അപ്പസ്തോല പ്രവർത്തനം 2:24. 2:27 നമ്മൾ വരികയാണ്, എന്തെന്നാൽ എൻ്റെ ആത്മാവിനെ അവിടുന്ന് പാതാളത്തിൽ ഉപേക്ഷിക്കുകയില്ല, അവിടുത്തെ പരിശുദ്ധൻ ജീർണിക്കാൻ അവിടുന്ന് അനുവദിക്കുകയുമില്ല. അപ്പസ്തോല പ്രവർത്തനം 2:27. സഹോദരങ്ങളെ, ദൈവവചനം സമൃദ്ധമാണ്. നമ്മളെ ബോധ്യപ്പെടുത്താൻ, നമ്മളെ വിശ്വസിപ്പിക്കാൻ, അതിൻ്റെ അടിസ്ഥാനത്തിൽ ജീവിതത്തെ മെച്ചപ്പെടുത്താൻ, കരുപ്പിടിപ്പിക്കാൻ ദൈവം നമുക്ക് അവിടുത്തെ വചനങ്ങൾ സമൃദ്ധമായിട്ട് തരികയാണ് പരലിലൂടെ. ഇങ്ങനെയുള്ള ദൈവവചനം ഉൾച്ചേർത്ത് വെച്ചുകൊണ്ടാണ് നമ്മൾ സഭയുടെ വിശ്വാസ പ്രമാണത്തിൽ ഏറ്റുചൊല്ലുന്നത്. അവിടുന്ന് പന്തിയോസ് പീലാത്തോസിൻ്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ടു, പാതാളങ്ങളിൽ ഇറങ്ങി 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു, സ്വർഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിൻ്റെ വലതുഭാഗത്തിരിക്കുന്നു. തിരുസഭയുടെ വിശ്വാസ പ്രമാണം നമ്മൾ പ്രഘോഷിക്കുന്നത് മറ്റൊന്നുമല്ലല്ലോ, ഈശോയുടെ ഈ ശക്തമായ പുനരുത്ഥാനത്തിൻ്റെ ഓർമ്മകളാണ്. പുനരുത്ഥാനത്തിലുള്ള വിശ്വാസമാണ് നമ്മൾ ഏറ്റുപറയുന്നത്. നമ്മൾ കേട്ട ഈ വചനത്തിൻ്റെ വെളിച്ചത്തിൽ ഏതാനും പ്രായോഗിക ചിന്തകൾ, അല്ലെങ്കിൽ കുറച്ചും കൂടി ആഴമുള്ള ചിന്തകൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒന്നാമത്തെ കാര്യം, ലോകത്തിലുള്ള ഒരു മനുഷ്യനും ദൈവത്തിൻ്റെ വില നിശ്ചയിക്കാൻ പറ്റില്ല. യൂദാസ് ദൈവത്തെ, ഈശോയെ ഒരു വ്യാപാര വസ്തുവായിട്ട് കണ്ടവനാണ്. 30 വെള്ളിക്കാശ് മാത്രം അവന് വില കൽപ്പിച്ചവനാണ്. അവനെ ഏൽപ്പിച്ചു കൊടുത്തു, മരണത്തിന് ഏൽപ്പിച്ചു കൊടുത്തു, ഒറ്റിക്കൊടുത്തു. ഒരു വ്യാപാര വസ്തു, ഇത്രമാത്രമേ അവന് വിലയുള്ളൂ. 30 വെള്ളിക്കാശിൻ്റെ വിലയേ അവനുള്ളൂ. യഹൂദന്മാരും പടയാളികളും അവരുടെ ന്യായാധിപ സംഘം കൂടി തീരുമാനിച്ചു, ഇവൻ ഇത്രയേ വിലയുള്ളൂ, ഒരു കുരിശിൽ തീർക്കാവുന്നതേ ഉള്ളൂ, ഏതാനും ആണികളിൽ തീർക്കാവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് തീർക്കേണ്ടവനെ തീർക്കാം, അവനെ കുരിശിൽ തീർക്കാം, കല്ലറയിൽ ഒതുക്കാം, അതിനുള്ള വിലയെ അവനുള്ളൂ എന്ന് മനുഷ്യർ ചിന്തിക്കുമ്പോൾ ദൈവം പറയുകയാ, നിങ്ങൾക്ക് ദൈവത്തിൻ്റെ വില നിശ്ചയിക്കാൻ പറ്റില്ല. യേശുവിൻ്റെ വില നിശ്ചയിക്കാൻ പറ്റുമോ? ദൈവത്തിൻ്റെ വില നിശ്ചയിക്കാൻ പറ്റുമോ? നിനക്ക് സാധ്യമല്ല. ദൈവത്തിൻ്റെ വിലയുണ്ട്, അത് ദൈവം കൊടുക്കുന്ന വിലയാണ്. ആ വിലയുടെ ഭാഗമാണ് ഈശോയുടെ പുനരുത്ഥാനം. സഹോദരങ്ങളെ, നമ്മൾ ദൈവത്തോട് ചേർന്ന് നിൽക്കുക. ദൈവത്തിന് വിലയിടേണ്ടവരല്ല. നമുക്ക് പലതരത്തിലുള്ള പ്രയാസങ്ങളും ദുഃഖങ്ങളും ഒക്കെ വന്നാലും ഈശോയുടെ പീഡാസഹനങ്ങളോട് ചേർന്ന് നിന്ന് അവിടുത്തെ പുനരുത്ഥാനത്തിൻ്റെ മഹത്വത്തിൽ പങ്കുചേരേണ്ടവരാണ്. രണ്ടാമത്തെ കാര്യം, ഈശോയുടെ പുനരുത്ഥാനത്തിലുള്ള വിശ്വാസം നിനക്ക് അത്ഭുതം ചെയ്യും, അത്ഭുതകരമാണ്. നമുക്കറിയാം, ജെറുസലേം ദേവാലയത്തിലേക്ക്
പ്രാർത്ഥിക്കാൻ പോയ പത്രോസും യോഹന്നാനും ഒക്കെ മുടന്തനായ മനുഷ്യനെ സൗഖ്യപ്പെടുത്തുന്നുണ്ട്. സൗഖ്യപ്പെടുത്തിയതിന് ശേഷം അവിടെ ഉണ്ടായിരുന്ന പ്രമാണികൾ ഒത്തുകൂടി, നിങ്ങൾ എന്താണ് ഈ കാണിക്കുന്നത്? അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ ഈ ചെയ്തത് ഉത്ഥിതനായ, നിങ്ങൾ കുരിശിൽ തറച്ച് കൊന്നല്ലോ, അങ്ങനെ കൊന്നവനും ഉത്ഥാനം ചെയ്തവനുമായ യേശുക്രിസ്തുവിലുള്ള വിശ്വാസമാണ് ഈ മനുഷ്യനെ സുഖപ്പെടുത്തിയത്. പുനരുത്ഥാനം ചെയ്ത ഈശോയിലുള്ള വിശ്വാസം ഒരു രോഗിയെ സൗഖ്യപ്പെടുത്തുകയാണ്, അവൻ്റെ കാലുകൾക്ക് ബലം കൊടുക്കുകയാണ്, തളർന്നിരുന്ന അവൻ്റെ കണങ്കാലുകളെ ശക്തിപ്പെടുത്തുക. ഉത്ഥിതനായ ഈശോയിലുള്ള വിശ്വാസമാണ് അത്ഭുതം ചെയ്യുന്നത്. നമ്മൾ വിശ്വസിക്കുന്നത് ക്രൂശിതനായ ഈശോയിൽ, അതുപോലെ തന്നെയാണ് അതിൻ്റെ തുടർച്ച എന്ന നിലയിൽ പുനരുത്ഥാനം ചെയ്ത ഈശോയിൽ. നമ്മുടെ ജീവിതത്തിൽ അത്ഭുതകരമായ കാര്യങ്ങൾ സംഭവിക്കും ഉത്ഥിതനായ ഈശോയിൽ വിശ്വസിക്കുകയും അവിടുത്തെ ഏറ്റുപറയുകയും ചെയ്യുക. മറ്റൊരു കാര്യം, ഉത്ഥിതനായ കർത്താവ് മാനസാന്തരപ്പെടുത്തുന്നയാളാണ്. അപ്പോസ്തല പ്രവർത്തനങ്ങളിൽ 2:37 നമ്മൾ വായിക്കുന്നു, ഈശോയുടെ കുരിശുമരണത്തെക്കുറിച്ചും പുനരുത്ഥാനത്തെക്കുറിച്ചും ഒക്കെയുള്ള പത്രോസിൻ്റെ പ്രബോധനങ്ങൾ കേട്ടപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ജനങ്ങൾ ചോദിച്ചു, ഹൃദയം നുറുങ്ങി അവർ ചോദിച്ചു, സഹോദരന്മാരെ, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? പത്രോസ് പറഞ്ഞു, നിങ്ങൾ മാനസാന്തരപ്പെടുക, പുനരുത്ഥാനം ചെയ്ത ഈശോയിലുള്ള വിശ്വാസത്തിൽ ദൃഢത പ്രാപിക്കുക. അപ്പോൾ പത്രോസ് ലീഹായുടെ പ്രസംഗം ക്രൂശിതനായ ഈശോയെ കേന്ദ്രീകരിച്ച്, ഉത്ഥാനം ചെയ്ത ഈശോയെ കേന്ദ്രീകരിച്ചുള്ളതാണ്. അങ്ങനെയുള്ള കാര്യങ്ങൾ കേട്ടപ്പോൾ വലിയൊരു മാനസാന്തരം ജനത്തിനുണ്ടാവുകയാണ്. ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഹൃദയം നുറുങ്ങി അവരോട് ചോദിക്കുകയാണ്, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? അങ്ങനെ നോക്കുക, ഒരു മാനസാന്തരത്തിനുള്ള തുറവി ഉത്ഥിതനായ ഈശോയിലുള്ള വിശ്വാസത്തിലൂടെ, അല്ല അവനെക്കുറിച്ചുള്ള പ്രബോധനം കേട്ടപ്പോൾ ജനത്തിന് മനസ്സിലാകുകയാണ്. അതുപോലെ മറ്റൊരു കാര്യം, ശരിയായ സഭാത്മക ജീവിതം നയിക്കാൻ ഉത്ഥിതനായ കർത്താവിനെക്കുറിച്ചുള്ള വചനങ്ങളും അവിടുത്തെ പ്രബോധനങ്ങളും അവിടുത്തെ ഈ സന്ദേശവും ഒക്കെ നമ്മളെ സഹായിക്കുന്നു. പുനരുത്ഥാനത്തിൻ്റെ സന്ദേശം എന്താണ്? ശരിയായ സഭാത്മക ജീവിതം നയിക്കാൻ. പത്രോസ് ലീഹായുടെ ദീർഘമായ പ്രസംഗമാണ്. പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു നിന്ന് പത്രോസ് ലീഹ പ്രസംഗിച്ചതിൻ്റെ ഫലമായിട്ട് ഇവിടെ പറഞ്ഞതുപോലെ ഒരുപാട് പേര് മാനസാന്തരപ്പെട്ട് ആയിരക്കണക്കിന് ആളുകൾ സഭയിലേക്ക് ചേർന്നു. ആരും നിർബന്ധിച്ചതല്ല, അവർ പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണയാൽ ഉത്ഥിതനെക്കുറിച്ചുള്ള, പുനരുദ്ധാനം ചെയ്ത ഈശോയെക്കുറിച്ചുള്ള വാക്കുകൾ കേട്ടപ്പോൾ അവർ സ്വയം പ്രേരിതമായി സഭയിലെ അംഗമായിട്ട് മാറുകയാണ്. ഇങ്ങനെ സഭയിലെ അംഗങ്ങളായി മാറിയ ജനം അവരെങ്ങനെയാണ് സഭാത്മക ജീവിതം നയിച്ചത്? അവർ അപ്പസ്തോലന്മാരുടെ പ്രബോധനം, അപ്പം മുറിക്കൽ, കൂട്ടായ്മ, അങ്ങനെയുള്ള കാര്യങ്ങളിൽ സദാ താല്പര്യപൂർവ്വം പങ്കുചേർന്നു. ഓരോരുത്തരും തങ്ങളുടെ വസ്തുവകകൾ പൊതുവായി കരുതി സഹായം അർഹിക്കേണ്ടവരെ സഹായിച്ചു. അങ്ങനെ പല രീതിയിൽ ആദിമ ക്രൈസ്തവ സഭാ സമൂഹം ശക്തി പ്രാപിക്കുകയാണ്. സഭാത്മക ജീവിതം നയിക്കാനുള്ള മാതൃകാപരമായൊരു കാഴ്ചപ്പാട് ആദിമ സഭാ സമൂഹത്തിനുണ്ടായി നമുക്ക് കാണിച്ചു തരികയാണ്. അത് ഈ അപ്പസ്തോലന്മാർ, പ്രത്യേകിച്ച് പത്രോസ് ലീഹായുടെ ഒക്കെ ശക്തമായ പ്രബോധനം, ക്രൂശിതനായവനെക്കുറിച്ചും ഉത്ഥിതനായവനെക്കുറിച്ചുമുള്ള ശക്തമായ പ്രബോധനം കേട്ടപ്പോൾ ഒരു സഭാത്മക ജീവിതത്തിൻ്റെ തുടക്കം, ശരിയായ സഭാത്മക ജീവിതത്തിൻ്റെ തുടക്കം ഇടുകയാണ്. പ്രിയ സഹോദരങ്ങളെ, മറ്റൊരു കാര്യം നമ്മൾ മനസ്സിലാക്കുന്നു, യേശുവിൻ്റെ പുനരുത്ഥാനം രക്ഷ പ്രാപിക്കാനുള്ള, അല്ലെങ്കിൽ ഉത്ഥിതനായ ഈശോയിലുള്ള വിശ്വാസം രക്ഷ പ്രാപിക്കാനുള്ള ഒരു മാർഗമാണ്. നമ്മളത് വായിക്കുന്നു റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിലെ 10-ാമത്തെ അധ്യായം 9-ാമത്തെ തിരുവചനമാണ്. റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിലെ 10-ാമത്തെ അധ്യായം 9-ാമത്തെ തിരുവചനമാണ്. ഉത്ഥിതനുള്ള വിശ്വാസം ആകയാൽ യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ ഉയർപ്പിക്കുകയും ചെയ്യുന്ന വിശ്വസിക്കുന്നവന് ജീവനുണ്ട്, അവൻ രക്ഷ പ്രാപിക്കും. യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റുപറയുക, ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചുവെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുക, അപ്പോൾ നീ രക്ഷ പ്രാപിക്കും. പൗലോസ് ലീഹായുടെ ഈ വാക്കുകൾ നമുക്ക് ശ്രദ്ധേയമായിട്ട് നൽകുന്നുണ്ട്. പുനരുത്ഥാനം ചെയ്ത ഈശോയിലുള്ള വിശ്വാസം നമുക്ക് വലിയ അനുഗ്രഹമാണ്, വലിയ ഗുണം ചെയ്യുന്നു, രക്ഷ പ്രാപിക്കാനുള്ള മാർഗമായിട്ട് കാണും. സഹോദരങ്ങളെ, ഒരു കാര്യം കൂടി ഞാൻ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. ദൂതന്മാർ കല്ലറയെങ്കിലെത്തിയ സ്ത്രീകളോടും മറ്റും പറഞ്ഞ വചനമുണ്ട്. അവൻ ഇവിടെയില്ല, അരുളി ചെയ്തതുപോലെ ഉയർത്തെഴുന്നേറ്റു. അവൻ ഇവിടെയില്ല, അരുളി ചെയ്തതുപോലെ ഉയർത്തെഴുന്നേറ്റു. നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയം, അവൻ ഇവിടെ ഇല്ലെങ്കിൽ പിന്നെ എവിടെയാ? അവൻ ഇവിടെ ഇല്ലെങ്കിൽ പിന്നെ എവിടെയാ? അവൻ ജീവിക്കുന്നത് മനുഷ്യരുടെ ഇടയിലാണ്.
മരിച്ചവരുടെ ഇടയിലല്ല, ജീവിക്കുന്നവരുടെ ഇടയിലാണ്. ജീവിക്കുന്നവരുടെ ഇടയിലാണ് ഒരുപാട് വേദനകളും പ്രയാസങ്ങളും ദുരിതങ്ങളും ദുഃഖങ്ങളും ഒക്കെ ഉള്ളത്. നമ്മൾ ലോകത്ത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഇന്നത്തെ നമ്മുടെ തലമുറയിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ടല്ലോ. കാർഷിക മേഖലയിലും അതുപോലെ തീരദേശങ്ങളിലും ഒക്കെ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ, വന്യജീവികൾ ഒരു വശത്ത്, തീരദേശത്തിൻ്റെ പ്രശ്നങ്ങൾ മറ്റൊരു വശത്ത്, അതുപോലെ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ കുടുംബപരമായ പ്രശ്നങ്ങൾ, സാമൂഹിക സാമ്പത്തിക മേഖലകളിലെ പ്രശ്നങ്ങൾ, ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകളാണ്. അപ്പോൾ ജീവിതത്തിൻ്റെ വിവിധ മേഖലകളിലാണ് കർത്താവിൻ്റെ സാന്നിധ്യം, ഉത്ഥിതനായ കർത്താവിൻ്റെ സാന്നിധ്യം അവിടെയുണ്ട്. അദൃശ്യനായ കർത്താവ് കടന്നു വന്നുകൊണ്ട് നമ്മളോട് പറയുന്നൊരു വചനമുണ്ട്, നിങ്ങൾ ഭയപ്പെടേണ്ട, നിങ്ങൾക്ക് സമാധാനം. ഈ സമാധാനത്തിൻ്റെയും ഭയരാഹിത്യത്തിൻ്റെയുമായ വചനങ്ങൾ ഉത്ഥിതനായ കർത്താവ് നമുക്ക് തരികയാണ്. വിശക്കുന്നവർക്ക് അവൻ ആഹാരം കൊടുക്കുക, അവരുടെ കൂടെയുണ്ട്. തിബേരിയോസ് കടൽ തീരത്ത് വെച്ച് ഉണ്ടായ അത്ഭുതം നമുക്കറിയാമല്ലോ. ശിഷ്യന്മാർക്ക് വേണ്ടി കർത്താവ് ആഹാരമുണ്ടാക്കി അവർക്ക് കൊടുക്കുക. അതെല്ലാം പ്രതീകങ്ങളാണ്, സംഭവങ്ങളും പ്രതീകങ്ങളുമാണ്. വേദനിക്കുന്നവരുടെയും വിഷമിക്കുന്നവരുടെയും വിശപ്പ് അനുഭവിക്കുന്നവരുടെയും കൂടെ കർത്താവിൻ്റെ സാന്നിധ്യമുണ്ട്. അവൻ ഇവിടെയില്ല, അവൻ ഉയർത്തെഴുന്നേറ്റു. ഇവിടെ ഇല്ലെങ്കിൽ പിന്നെ അവനെ കണ്ടെത്തേണ്ടത് എവിടെയാണ്? ഇങ്ങനെയുള്ള സാധാരണ മനുഷ്യൻ്റെ കൂടെയാണ് അവനെ കണ്ടെത്തേണ്ടത്. അപ്പോൾ മനുഷ്യ ജീവിതത്തിൻ്റെ സാധാരണ മേഖലകളിൽ ഉത്ഥിതനെ കണ്ടെത്താനായിട്ട് സാധിക്കണം. ഇന്ന് ഞാൻ എൻ്റെ വീട്ടിലിരിക്കുമ്പോൾ ഞാൻ കതകടച്ചിരുന്നാലും ഇല്ലെങ്കിലും എൻ്റെ വേദനയിൽ എന്നോട് ചേരാൻ എൻ്റെ കർത്താവ് എൻ്റെ കൂടെ വരുന്നവനാണ്. അതുപോലെ തന്നെ യാത്രാവേളകളിൽ, നിരാശരായുള്ള യാത്രാവേളകളിൽ സഹയാത്രികനായി ആരാ വരുന്നത്? ശക്തിപ്പെടുത്താൻ ആരാ വരുന്നത്? ഉത്ഥിതനായ കർത്താവ് കടന്നു വരികയാണ്. മനോഗതങ്ങൾ, നമ്മുടെ മാനസിക വ്യാപാരങ്ങൾ പോലും മനസ്സിലാക്കിയിട്ട്, വ്യഥകൾ മനസ്സിലാക്കിയിട്ട് ശക്തിപ്പെടുത്താൻ കർത്താവ് കൂടെ വരികയാണ്. അപ്പോൾ സഹയാത്രികനായി ഉള്ള ഒരു അവസ്ഥയിൽ അങ്ങനെയുള്ള യാത്രാവേളകളിൽ കർത്താവ് കടന്നു വരും. അപ്പം ജീവിതത്തിൻ്റെ, മനുഷ്യ ജീവിതത്തിൻ്റെ നിരവധിയായ മേഖലകളിലേക്കാണ് ഉത്ഥിതൻ്റെ തിരിച്ചു വരവ്, അവൻ്റെ കടന്നുവരവ്. അപ്പോൾ അവൻ ഇവിടെയില്ല, കല്ലറയിലില്ല, സംസ്കരിക്കപ്പെട്ട സ്ഥലത്ത് അവനില്ല. അവൻ ജീവിക്കുന്നവരുടെ കൂടെയാണ്, വേദനിക്കുന്നവരുടെ കൂടെയാണ്, പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുടെ കൂടെയാണ്. അങ്ങനെയുള്ളവൻ്റെ കൂടെയുള്ള ഒരു ജീവിതം, ഒരു ക്രൈസ്തവ ജീവിതം, സഭാത്മക ജീവിതം നയിക്കാൻ നമുക്ക് സാധിക്കണം. ഉത്ഥിതനായ കർത്താവിനോട് കൂടെയുള്ള ഒരു യാത്രയാണ് നമ്മുടെ ഓരോരുത്തരുടെയും മനുഷ്യജീവിതം എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകട്ടെ. തുടർന്നുള്ള ജീവിതം അപ്രകാരം നയിക്കുവാൻ ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. എന്നെ ഗുഡ്നസ് TV ചാനലിലൂടെ ശ്രവിക്കുന്ന എല്ലാ പ്രേക്ഷകർക്കും മറ്റെല്ലാവർക്കും ആത്മാർത്ഥമായ ദൈവാനുഗ്രഹങ്ങൾ ആശംസിക്കുന്നു.